ഇപ്പോൾ പാറശാല മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ മന്ത്രി സജി ചെറിയാൻ സംസാരിക്കുന്നു. തത്സമയം ഒക്കെ ചെയ്തു, ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പക്ഷേ ആ തന്ന ബില്ലൊന്ന് ഒപ്പിട്ടതാ. ഈ സംസ്ഥാനം മുന്നോട്ട് പോകണ്ടേ? സർവകലാശാലയുടെ ചാൻസലർ എന്ന് പറഞ്ഞാൽ അത് സർവകലാശാലയുടെ ഭരണ നിയന്ത്രണം എല്ലാം അദ്ദേഹത്തിൽ സമർപ്പിതമൊന്നുമല്ല, അങ്ങനെ മനസ്സിലാക്കിക്കോണം. ഇവിടെ ഒരു നിയമമുണ്ട്, ഭരണഘടനയുണ്ട്. ഇതിനെല്ലാം വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവർണർ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ ഭീഷണിപ്പെടുത്തുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അവഗണന, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം സഹിച്ച് അതിനിടയിൽ ഈ സംസ്ഥാനം എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പോകുന്നില്ല. എല്ലാ കാര്യങ്ങളിലും കേരളം ഇന്ന് വലിയ തരത്തിൽ മുന്നേറി. പക്ഷേ ആ മുന്നേറ്റത്തെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലയളവിൽ ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള മിഷനുകൾ, ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുള്ള ആരോഗ്യവകുപ്പ്, ഓരോ വകുപ്പിൻ്റെയും ഞാൻ പറയുന്നില്ല, ഗതാഗത മേഖല, പട്ടയ വിതരണം, ഇതിൽ ഫിഷറീസ് വകുപ്പ് തന്നെ. ഇപ്പോൾ ഇവിടെ അധികം ഫിഷറീസ് വകുപ്പിൻ്റെ സ്കീമുകൾ വരുന്നില്ല എന്ന ഒരു അറിയാം, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. കേരളത്തിൻ്റെ മത്സ്യമേഖലയിൽ ഇത്രയും ഇടപെട്ട ഒരു കാര്യം മുമ്പുണ്ടോ? ഉണ്ടോ? ഇപ്പോൾ എറണാകുളത്തെ ചെല്ലാനത്ത് ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ കടൽ കയറി എല്ലാം നശിച്ച ഘട്ടത്തിൽ ഞാൻ മന്ത്രിയായപ്പോൾ അവിടെ പോയി അവിടുത്തെ കരിയിൽ ബിഷപ്പിനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ, ഈ ചെല്ലാനത്തെ ആളുകളെ ഒന്ന് രക്ഷപ്പെടുത്തണം, ഇവർക്ക് ജീവിക്കാൻ അവസരം ഉണ്ടാകണം. നിങ്ങൾ നോക്കൂ, 750 കോടി രൂപ അനുവദിച്ച് 350 കോടി രൂപ ചെലവഴിച്ച് ചെല്ലാനം ഇന്ന് 22 കിലോമീറ്റർ ദൈർഘ്യത്തിൽ അതിൻ്റെ കടൽ ഭിത്തി കെട്ടി കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടായിരുന്ന ചെല്ലാനത്തെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു. ഞാൻ ഉദാഹരണം പറയുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പുനർഗേഹം, ഭവന നിർമ്മാണം അടക്കം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമപ്രവർത്തനങ്ങളടക്കം എടുത്ത് പരിശോധിക്കുക. അഭൂതപൂർവമായ മാറ്റമാണ് കേരളത്തിലുണ്ടായത്. ഞാനതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല. ആയിരക്കണക്കിന് സ്കൂളുകൾ, നൂറുകണക്കിന് ആശുപത്രികൾ, ഒട്ടേറെ റോഡുകൾ, ഒരുപാട് പാലങ്ങൾ, ഒരുപാട് മാറ്റം കേരളത്തിലുണ്ടായി. അതെല്ലാം തുടർന്ന് ഇവിടെ സംസാരിക്കും. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം, ആ ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം ഈ സദസ്സ് ആരംഭിക്കുമ്പോൾ മുതൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷം എല്ലാം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കോൺഗ്രസും എല്ലാം ഉണ്ടെന്ന് പറയുന്നില്ല. കോൺഗ്രസിനകത്തെ സതീശൻ്റെ കോൺഗ്രസ്, വേറെ എല്ലാ കോൺഗ്രസും ഒന്നുമില്ല. ഈ സദസ്സ് ആരംഭിക്കും മുതൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്ഷേപിക്കുകയാണ്, മന്ത്രിമാരെ ആക്ഷേപിക്കുകയാണ്. അത് ഇനിയിപ്പോൾ ഒരു യോഗം ഈ സദസ്സുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രസംഗിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ച് പോകുമ്പോൾ നല്ലതായിരിക്കും. കാരണം എന്നെപ്പറ്റി അതേ ഒരു പരാമർശം നടത്തിയിരുന്നു, എൻ്റെ വായിക്ക് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഞാനത് ഡോക്ടർ, മെഡിക്കൽ കോളേജിൽ ഏറ്റവും നല്ല വിദഗ്ധനായ വായുടെ ഡോക്ടറെ കണ്ടു പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പറയാവുന്ന മുഴുവൻ പറഞ്ഞോളാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് മുഖ്യമന്ത്രി വരുന്ന പേരിലായിട്ട് പറയുന്നില്ല, പിന്നെ ഞാൻ വേണ്ട ഒരു യോഗം വെച്ച് പ്രത്യേകം വിശദീകരിക്കാം. അത് ആദ്യം പറഞ്ഞത് പിണറായി വിജയൻ ക്രിമിനലാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെപ്പറ്റി പറയാവുന്ന ഒരു വാക്കാണോ? ഇപ്പം ഞാനൊക്കെ സംസാരിക്കും, മാന്യത വിട്ടൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ, പറയാനുള്ളത് പറയും. ചിലതൊക്കെ പറയേണ്ടത് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് തന്നെ പറയാറുണ്ട്, പറയാതിരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയും. കാരണം നമ്മൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, എല്ലാം കണ്ട് സഹിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ നമ്മളൊന്ന് കൂട്ടിത്തിരിച്ചെന്നിരിക്കും. പക്ഷെ ആരെയും ഞങ്ങളതിൽ ആക്ഷേപിക്കാറില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിമിനലാണ്. അടുത്ത പരാമർശം മുഖ്യമന്ത്രി ഭീരുവാണ്. അടുത്ത പരാമർശം ക്രിമിനലുകളുമായി സഞ്ചരിക്കുന്ന 4 വണ്ടി ഗുണ്ടകളാണ് അതിൻ്റെ പുറകിലും മുമ്പിലും.